ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേട്ടറ്റ് എക്സാമിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, നാളെ കേട്ടറ്റിന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. നാളെ കേട്ടറ്റിന്റെ കാറ്റഗറി 1 and 2 ആണ്. അതിനുശേഷം അതായത് തിങ്കളാഴ്ച 3 and 4 കൂടി എക്സാം നടക്കുന്നുണ്ട്. ഓക്കെ, ഇതിനിടയ്ക്ക് ഞായറാഴ്ച സെറ്റിന്റെ എക്സാമും കൂടിയുണ്ട്. കുറേ എക്സാമിന്റെ ഒരു കണ്ടിന്യൂസ് എക്സാമിന്റെ ഒരു ദിവസങ്ങളാണ് ഇനിയിപ്പം വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കേട്ടറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മെയിൻലി നമ്മൾ കേട്ടറ്റ് എക്സാമിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പം നാളത്തെ എക്സാമിന് മുമ്പ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേട്ടറ്റിൻ്റെ ഹോൾ ടിക്കറ്റ് ആണ്. അതിപ്പോൾ കളർ ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ മെയിൻലി കളർ എടുക്കാൻ നോക്കുക. ഓക്കെ, 10 രൂപയുടെ കാര്യമുള്ളൂ. അപ്പോൾ എന്താണ്, ഒരു കേട്ടറ്റിൻ്റെ ഹോൾ ടിക്കറ്റ് എടുത്ത് നിങ്ങൾ ഇപ്പോൾ തന്നെ വെച്ചോണം, കാരണം നാളെ എക്സാമിന് പോകാനുള്ളതാണ്. അപ്പം കളറായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും വലിയ വിഷയമൊന്നുമില്ല അതിനകത്ത്, പക്ഷെ ഹോൾ ടിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് എന്ന് പറയുന്ന ഒരു ID പ്രൂഫ്. ഓക്കെ, നമ്മൾ കേട്ടറ്റ് എക്സാമിൻ്റെ സമയത്ത് ഏതാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ഒരു ID പ്രൂഫ്, അതിൻ്റെ ഒറിജിനൽ നാളെ എക്സാമിന് വേണ്ടി കൊണ്ടുപോകേണ്ട ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ പിന്നെ ഉള്ളത് കേട്ടറ്റ് നമുക്ക് പെന്നുകളാണ്. ഇപ്പം ഏതെങ്കിലും ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പെന്നാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ 2 ബ്ലൂ പെന്നാണെങ്കിൽ 2 ബ്ലൂ എടുക്കുക. ആ രീതിയിൽ പെന്ന് കൂടി കയ്യിൽ വെച്ചോണം. ഒന്ന് ബ്ലൂ ഒന്ന് ബ്ലാക്കും ആവരുത്, കാരണം ഏതെങ്കിലും ഒരു ഇൻ കേസിൽ ഒരെണ്ണം മഷിയൊക്കെ തീർന്നു പോയാൽ പെട്ടുപോകും. അതുകൊണ്ട് രണ്ടും ഒരേ കളർ തന്നെ ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് വാച്ച്, മൊബൈൽ അതുപോലെയുള്ള ഗാഡ്ജറ്റുകളൊന്നും കയ്യിൽ വെക്കരുത് എക്സാമിൻ്റെ ടൈമിൽ. ഇപ്പം നമ്മളിപ്പം ഫോണൊക്കെ എപ്പോഴും നമ്മൾ പോക്കറ്റ് വയ്ക്കുന്നതാണെങ്കിൽ നമ്മൾ അറിയാതെ ചിലപ്പോൾ കൊണ്ടുപോകും. അതുപോലെ തന്നെ സ്മാർട്ട് വാച്ച് ഉണ്ട്. അപ്പോൾ ഇതൊന്നും എക്സാം ഹാളിൽ അലൗഡ് അല്ല. ഇനി ഇത് കൂടാതെ നമ്മൾ പറയുവാണെങ്കിൽ കേട്ടറ്റ് എക്സാമിന് നമ്മൾ ടൈമിന് മുമ്പ് കുറച്ച് നേരത്തെ തന്നെ അവിടെ എത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹാള് കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ എന്തെങ്കിലും ബോർഡോ നോട്ടീസ് ബോർഡോ എന്തെങ്കിലും കാണും. അപ്പോൾ അതിനകത്ത് നോക്കി നമ്മുടെ നമ്പർ അനുസരിച്ച്, രജിസ്റ്റർ നമ്പർ അനുസരിച്ച് എവിടെയാണോ നമ്മുടെ സീറ്റ് അതൊക്കെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. പിന്നെ ഉള്ളത് OMR ഷീറ്റാണ്. അപ്പോൾ നമ്മൾ OMR ഷീറ്റിലേക്ക് നമ്മൾ വരുമ്പം അതിനകത്ത് ഇപ്പം നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് ഉണ്ട്, റോൾ നമ്പർ, ബുക്ക്ലെറ്റ് നമ്പർ, സെറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്തോണം. ഓക്കെ, റോൾ നമ്പർ ബുക്ക്ലെറ്റ് നമ്പറൊക്കെ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ആ നമ്പർ എഴുതുകയും ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ താഴെ ബബിൾ ചെയ്യുക കൂടി ചെയ്യണം. അതുപോലെ തന്നെ സെറ്റ്, നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഏത് സെറ്റാണ്. ഇപ്പോൾ നമുക്ക് 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും: സൈക്കോളജി, ലാംഗ്വേജ്, അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പേപ്പർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 3 സെറ്റ് എന്ന് പറയുന്ന സെയിം ആയിരിക്കണം. അപ്പോൾ ആദ്യത്തെ A ആണെങ്കിൽ അടുത്ത 2 കൂടി A ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് OMRനെ കുറിച്ചൊക്കെ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് അവൈലബിൾ ആണ് ഇപ്പോൾ. ഇനി ഇത് കൂടാതെ കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചറും ഇൻവിജിലേറ്ററിൻ്റെ സിഗ്നേച്ചറും ഒക്കെ നമ്മുടെ ആ OMR ഷീറ്റിൽ വാങ്ങണം. ഓക്കെ, അപ്പോൾ അതൊക്കെ അവിടെ തന്നോളും. നിങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇൻവിജിലേറ്ററിൻ്റെ സൈൻ നമ്മുടെ ഹോൾ ടിക്കറ്റിലും വാങ്ങിക്കോണം, കാരണം ഇത് എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ പിന്നീട് അത് ആവശ്യം വരും. ഓക്കെ, അപ്പം ഇത്രയാണ് ഫസ്റ്റ്ലി പറയാനുള്ളത്. പിന്നെ അപ്പോൾ നമ്മൾ ബുക്ക്ലെറ്റിനെ കുറിച്ച് പറഞ്ഞു. OMR ഷീറ്റൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ മോഡൽസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ വെച്ചൊന്ന് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കോഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കാണും. അപ്പോൾ നിങ്ങൾ ആദ്യത്തേത് A ആണെങ്കിൽ ബാക്കി 2 പേപ്പറിൻ്റെയും കൂടി A ആയിരിക്കണം. അങ്ങനെ ഒരു സെയിം രീതിയിൽ തന്നെ നോക്കിക്കോണം. അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. ഇത് കൂടാതെ നമ്മൾ ആദ്യം പറഞ്ഞ റോൾ നമ്പർ, ബുക്ക്ലെറ്റ് നമ്പറൊക്കെ എഴുതുകയും ചെയ്യണം, ബബിൾ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അത് മിസ്റ്റേക്ക് വരുത്തരുത്, കാരണം നമുക്ക് OMR സ്കാനിങ് വഴിയൊക്കെയാണ് റിസൾട്ട് വരുന്നത്. അപ്പം അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ടിനെ ബാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പം ഇപ്പോൾ കേട്ടറ്റ് 3 ആണ് എഴുതുന്നതെങ്കിൽ ഫസ്റ്റ് പേപ്പർ കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് പേപ്പറിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മൾ ഏതാണോ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ത് കറുപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ബബിൾ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് മലയാളം, ഇംഗ്ലീഷ് അത് കറക്റ്റായിട്ട് നിങ്ങൾ ബബിൾ ചെയ്തോണം. അതുപോലെ തന്നെ തേർഡ് പേപ്പർ പാർട്ട് 3, ഇപ്പോൾ നമ്മൾ ഹിന്ദി ആണെങ്കിൽ അവിടെ സൈഡിൽ എന്താണ് എല്ലാ സബ്ജക്റ്റുകളും കാണും. കാറ്റഗറി 3 ആണെങ്കിൽ ഇപ്പോൾ അതിൽ കാറ്റഗറി 3യിൽ വരുന്ന എല്ലാ സബ്ജക്റ്റുകളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഹിന്ദിയുടെ നേരെ ബബിൾ ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങൾ ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാൻ. അല്ലാതെ അല്ലെങ്കിൽ നമ്മളിപ്പം ഫുൾ ആൻസേഴ്സ് ചെയ്തെന്ന് വെച്ച് ഇപ്പം എന്താണ് നമ്മുടെ സബ്ജക്റ്റ് അവിടെ ബബിൾ ചെയ്തിട്ടില്ലെങ്കിൽ OMR ഇൻവാലിഡ് ആയിപ്പോവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് OMR ഷീറ്റിൻ്റെ ഒരു മോഡൽ വീഡിയോ നമ്മളെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ OMR ഷീറ്റ് നമുക്ക് ഒരു പ്രാവശ്യം കിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ
കാണിക്കാതിരിക്കുക. ഓക്കെ, കാരണം ചെറിയ ചെറിയ സംഭവങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. പിന്നെ നമ്മൾ OMRൻ്റെ ഒരു കാർബൺ കോപ്പി, അതായത് നമുക്ക് ലാസ്റ്റ് അത് കീറി എടുക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അവിടെ വരുമ്പോൾ കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തരുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇത് കൂടാതെ നോക്കുകയാണെങ്കിൽ നമ്മൾ കേട്ടറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേട്ടറ്റിൻ്റെ ഹിന്ദി പ്ലേലിസ്റ്റ് 80-ന് മുകളിൽ വീഡിയോസ് ഉണ്ട് അതിനകത്ത്. ഇപ്പം കേട്ടറ്റ് 4-നും 3-ക്കും ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് ഇപ്പം മൈൻഡിലേക്ക് വന്ന കുറച്ച് പോയിന്റ്സ് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാനേ ഉള്ളൂ. ഇനി എന്താണ് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത്, അതായത് നിങ്ങൾ ഓൾറെഡി ഇപ്പം എന്താണ് ഒരു ദിവസം കൂടി, അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദിയുടെ എടുക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച ഹിന്ദിയുടെ എക്സാം, അപ്പോൾ ഞായറാഴ്ച വരെ ടൈമുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എക്സാം കാളിൽ കുറച്ചുകൂടി റിലാക്സ് ആയിട്ടൊക്കെ പോകാനായിട്ട് നോക്കുക. സോ ഗൈസ്, സീ ഇൻ ദ നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, ബൈ.